ഹലോ. ഇലക്ഷൻ നല്ല വൃത്തിക്ക് തോറ്റു. അടപടലം പൊട്ടി. നല്ല സങ്കടമുണ്ട്. അതിന്റെ സങ്കടത്തിൽ നിന്ന് ഇപ്പോഴും റിക്കവർ ആവുന്നേ ഉള്ളൂ പേഴ്സണലി. പാർട്ടിയും റിക്കവർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മളൊക്കെ ജസ്റ്റ് ഒബ്സർവൻസ് ഒക്കെ അല്ലേ. പക്ഷെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ അത് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ചെയ്ത് പാർട്ടി റിക്കവർ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചപ്പോൾ പണ്ട് ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ റെഗുലർ മറ്റേ ഈ സൈക്കിൾ ഓഫ് മറ്റേ SNC ലാബിനെ കുറിച്ചുള്ള ന്യൂസ് വരുമല്ലോ. ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ ഒരു പ്രാവശ്യം എന്തോ വന്ന സമയത്ത് ഞാൻ എന്തോ ഇങ്ങനെ റാൻഡം ആയിട്ട് ഉപ്പാനോട് ചോദിക്കും, എന്താണ് ഈ സംഭവം എന്ന് ചോദിക്കും. അപ്പൊ ഉപ്പ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഓർമ്മയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ നാട്ടിൽ കറണ്ട് ഉണ്ടോ, ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ലൈറ്റിലേക്ക് ടോർച്ച് അടിച്ച് നോക്കണം. ഒരു എക്സാജറേഷൻ ആണ്. അത് മാറിയത് ഇയാള് 96 വൈദ്യുതി മന്ത്രിയായിരുന്നിട്ട് 2 വർഷം ഇരുന്നപ്പോഴാണ് അത് മാറ്റാനുള്ള സ്റ്റെപ്സ് എടുത്തത്. ഓൺ ദ സ്പോട്ട് അപ്പം മാറിയെന്നല്ല. പിന്നെ 2016 ഇയാൾ മുഖ്യമന്ത്രിയാവുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് അയാൾ കാണിച്ച അതിന്റെ തന്നെ എക്സ്റ്റൻഷൻ ആണ് കഴിഞ്ഞ 10 വർഷം അയാൾ നമ്മുടെ നാട്ടിൽ കാണിച്ചത്. അയാളും അയാളുടെ പൊളിറ്റിക്സും അയാളുടെ മന്ത്രിസഭയും കൂടി ചേർന്നിട്ട് ആ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടാണ് ചത്തു കിടന്നിരുന്നത് നമ്മളെ നാഷണൽ ഹൈവേ പ്രൊജക്ട് ഓണാവുന്നത്. അവരുടെ വിഷന്റെ ഭാഗമായിട്ടാണ് 60% PWD റോഡുകൾ BMMBC റോഡുകളാവുന്നത്. 0 to 60 എന്നല്ല കേട്ടോ. നമ്മൾ കാര്യമായ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മളെ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും നമ്മൾ കാര്യമായ ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ച് വരുന്നത് അതുകൊണ്ടാണ്. അയാളുടെ പൊളിറ്റിക്സും അയാളുടെ മന്ത്രിസഭയും കൂടിയിട്ടാണ് നമുക്ക് നോളജ് എക്കണോമി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. വെൽഫെയർ സിസ്റ്റത്തെ ഇത്ര എഫിഷ്യന്റ് ആക്കി മാറ്റിയത്. അതായത് പണ്ട് ഇങ്ങനെ ഒരു പേപ്പറിന്റെ ബാക്കിൽ 5000 രീതി കൊടുക്കുന്നതിന് പകരം ഒരു പ്രോപ്പർ റൂട്ട് ഉണ്ടാക്കുകയും അത് ഏറ്റവും ഏറ്റവും ഹയസ്റ്റ് രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതും മനുഷ്യന്റെ വിഷനും പൊളിറ്റിക്സും അയാളുടെ മന്ത്രിസഭയും തന്നെ ആയിരിക്കും. ഇന്ത്യക്കാരെ കുറിച്ച് എനിക്കിപ്പോ അറിയാം. അതുകൊണ്ട് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഒരു പൊളിറ്റീഷ്യനെ കാണുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന കുറെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരാളാണെന്നാണ് എനിക്ക് ഇയാളെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പൊ കുറെ മറ്റേ സിംപ്ലിസിറ്റി കാണിക്കുക, ചെരുപ്പിടാണ്ട് നടക്കുക, മറ്റേ കീശ കീറിയത് കാണിക്കുക, ഇതിന് മാച്ച് ആകുന്ന പല ഫീച്ചേഴ്സ് ഇല്ലാത്ത ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 10 വർഷം നിന്നു എന്നുള്ളതാണ് എനിക്ക് കുറച്ചും കൂടി സർപ്രൈസിങ്. അതുകൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും തോറ്റു. അതുകൊണ്ട് ഇയാൾ ലാസ്റ്റ് 10 ഇയേഴ്സിൽ അച്ചീവ് ചെയ്ത സംഭവങ്ങൾ നെഗേറ്റ് ചെയ്ത് പോകുന്നില്ല. ഈ തോറ്റ ഈ സമയത്ത് പിണറായി വിജയനോടും അയാളുടെ കഴിഞ്ഞ 2 മന്ത്രിസഭയോടും പറയാനുള്ളത് താങ്ക് യു. എന്റെ അഭിപ്രായത്തിൽ ദിസ് ക്യാൻ ബി ചാലഞ്ച്ഡ്, ക്യാൻ ബി ആർഗ്യൂഡ്. എന്റെ അഭിപ്രായത്തിൽ കേരള ഹാസ് ടേക്കൺ എ മേജർ ലീപ് കോൺട്രറി ടു പോപ്പുലർ ബിലീഫ്. നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞിട്ടുണ്ട്. നമ്മളെ MSMEയിൽ ജംപ് സ്റ്റാർട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് വരുത്താൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് കേരളത്തിന് ഒരു കോഴ്സ് കറക്ഷൻ ആവശ്യം ഉണ്ടായിരുന്നു. ആ കോഴ്സ് കറക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ റിസൾട്ടിൽ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പറയുന്ന ഒരു സംഗതിയാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ വോട്ട് ചെയ്തില്ല. അത് ആക്ച്വലി അബ്സേർഡ്. ഒരിക്കലും നമ്മൾ വോട്ടേഴ്സിന്റെ ഡിസിഷനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നല്ല, ഇറ്റ് ഈസ് ഫൈനൽ. അതിൽ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. ദേ ഹാവ് ദെയർ ഓൺ റീസൺസ്. ലെറ്റ്സ് സീ വാട്ട് അൺഫോൾഡ്സ്. താങ്ക് യു.